കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളിലൂടെ കലയെ ആസ്വദിച്ചു കൊണ്ടിരുന്ന മലയാളികൾക്ക് ഒരു വേറിട്ട അനുഭവമായിരുന്നു 1970കളിൽ കേരളത്തിൽ ആരംഭിച്ച മിമിക്രി എന്ന കലാരൂപം. പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്ന വില്യം ബേക്സ് ആയിരുന്നു ജന്തുക്കളിലുള്ള അനുകരണ സ്വഭാവത്തിന് മിമിക്രി എന്ന പേര് ആദ്യമായി നൽകിയത്. പിന്നീട് അനുകരണ കല ഒരു കലാരൂപമായി വേദികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ എങ്ങനെയോ മിമിക്രി എന്ന പേര് ആ കലാരൂപത്തിന് വരികയും ആ നാമം കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറു പുഞ്ചിരി നമ്മുടെ ഇടയിൽ വിടർന്നു തുടങ്ങുകയുമായി. അപ്പോൾ രാജസദസ്സിൽ ഇവിടെ എത്തിയിരിക്കുന്നത് ആരൊക്കെയാ? രാമന്റെയും രാവണന്റെയും സീതയുടെ ഒക്കെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ തിരുമനസ് ഇവിടെ ഇരിക്കുന്നു, വളരെ പ്രസന്നവദനായിട്ട്. എന്നാൽ അപ്പുറത്തിരിക്കുന്ന ആരാ? നമ്മുടെ സൈന്യാധിപനാ, സൈന്യത്തിന്റെ അധിപനാന്നാ വിചാരം. കണ്ടാ ചുംബന. കാരണം എന്താ? പുള്ളി ബുദ്ധി കൊണ്ട വെറും അധമന. അപ്പോ അധമനെന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് ആ വിശേഷണം കൂടി രസിച്ചില്ല എന്നൊരു തോന്നലുണ്ടേ. ഇത് ചാക്യാർ ആരുടെ മുഖത്ത് നോക്കി എല്ലാം പറയുന്ന ഒരാളാ. രാജഭരണ കാലഘട്ടങ്ങളിൽ രാജാവിനെ പോലും വിമർശിക്കുവാൻ അധികാരവും അവകാശവും ഉള്ളവരായിരുന്നു ചാക്യാർ. ഭരിക്കുന്നവരെ ആക്ഷേപിക്കുന്നത് ഇന്നത്തെ പോലെ ജനത്തിന് അന്നും ഇഷ്ടമായിരുന്നു. ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പാണ് ആക്ഷേപഹാസ്യത്തിന് പുതിയ രൂപവും മാനവും നൽകി സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. പലതും പറയും അതുകൊണ്ടാരും ഖേദിക്കരുത്. ഓട്ടംതുള്ളലിൽ പലതും പറയും അതുകൊണ്ടാരും ഖേദിക്കരുത്. അഥവാ ഞാനിത് പറയണ കൊണ്ട് എന്നോടാർക്കും പരിഭവമരുത്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. നമ്മെ ഭരിക്കുന്നവരെ ആസ്വാദ്യതയോടെ ആക്ഷേപിക്കുമ്പോഴുണ്ടാകുന്ന ആ നർമ്മം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പത്രമാധ്യമങ്ങൾക്ക് പ്രചാരമേറിയപ്പോൾ വേദികളിൽ നിന്നും ആക്ഷേപഹാസ്യം കാർട്ടൂണുകളിലൂടെ ജനം ആസ്വദിച്ചു തുടങ്ങി. പ്രശസ്ത കാർട്ടൂണിസ്റ്റായിരുന്ന ശങ്കർ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ കാർട്ടൂണിലൂടെ വരച്ചു കാണിച്ചപ്പോൾ നെഹ്റു അദ്ദേഹത്തെ അഭിനന്ദിച്ചത് ആക്ഷേപഹാസ്യത്തിന് കിട്ടിയ ഒരു പൊൻതൂവലാണ്. മിമിക്രിയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പഴയ കാലത്തിലേക്ക് കടക്കുമ്പോൾ 1970 ഞാൻ ആലപ്പുഴ SD കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. ശരിക്കും മിമിക്രി എന്നുള്ളൊരു വാക്കിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കോളേജിൽ ചേരുന്ന സമയത്ത് അങ്ങനെ ഒരു പദം ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടേ ഇല്ല. അന്ന് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ അവിടെ കോളേജിലേക്ക് മോണോ ആക്ട്, അന്ന് മിമിക്രി എന്നൊരു മത്സരമില്ല. മിമിക്രി എന്ന് പറയുന്നത് ആർക്കും അറിയില്ല അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അത് ഹാസ്യ കലാപ്രകടനം, മോണോ ആക്ട് എന്നൊക്കെയാണ് അതിന് പറയുന്നത് സാധാരണ. അപ്പോൾ കോളേജിലൊരു മോണോ ആക്ട് മത്സരത്തിനുള്ള, യൂണിവേഴ്സിറ്റി തലത്തിലുള്ള മത്സരത്തിനുള്ള ഒരു അവിടുത്തെ ഒരു അതിലേക്കുള്ള തിരഞ്ഞെടുപ്പിലേക്കുള്ളൊരു മത്സരം നടത്തി. അതിൽ അന്ന് ഞാനും ആ കോളേജിൽ മത്സരിച്ചു, മോണോ ആക്ട് മത്സരത്തിൽ. അന്ന് ഞാൻ ആദ്യം മോണോ ആക്ടിൽ ചെല്ലുമ്പോൾ കൂടുതൽ പേരും, അന്ന് എറണാകുളത്ത് വെച്ചാണ് ആ യുവജനോത്സവം നടക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് കൂടുതൽ പേരും ഈ മിമിക്രി ഐറ്റംസാണ് കൂടുതൽ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ആ മത്സരത്തിൽ വെച്ച് ശരിക്കും കൊച്ചിൻ അനീഫയ്ക്കാണെന്ന് 1ാം സ്ഥാനം കിട്ടുന്നത്. പക്ഷേ കൊച്ചിൻ അനീഫ അവതരിപ്പിച്ചത് കൂടുതലും ശരിക്കും മിമിക്രി ടൈപ്പുള്ള സ്ഥാനമാണ്. അതിൽ അഭിനയമുണ്ട് എന്ന് പറയുന്നത് ശിവാജി ഗണേശൻ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചായിരുന്നു. ശിവാജി ഗണേശൻ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഉദ്ദേശിച്ചിരുന്നത് ആളുകൾ മുഴുവൻ ഒന്ന് സൈലൻ്റ് ആക്കണമെങ്കിൽ ചിലപ്പോൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. നിർത്താറോ ജക്ഷൻ തുറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആളുകളെ സൈലൻ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സത്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സത്യൻ്റെ. അത് കഴിഞ്ഞ് ശങ്കരാടി, KP ഉമ്മർ, മുത്തയ്യ, PJ ആൻ്റണി, ശത്രുഘ്നൻ സിൻഹ, രാജേഷ് ഖന്ന, അങ്ങനെ ഒരു 10-12 ആർട്ടിസ്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ മിമിക്ക് നവരസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട 3 രസം എടുത്തിട്ടാണ് ശോകം, വീരം, ഹാസ്യം എന്നുള്ള ഒരേ കഥാപാത്രങ്ങളെ ഉണ്ടാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് അന്ന് ഫസ്റ്റ് കിട്ടിയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാലചന്ദ്രമേനോ, ആലപ്പുഴ അഷ്റഫൊക്കെ അന്ന് ആ മത്സരത്തിലുണ്ടായിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി തലത്തിൽ വന്ന മിക്കവാറും എല്ലാ ഐറ്റംസും ഈ മിമിക്രികൾ ആണ് കൂടുതൽ അവതരിപ്പിച്ചതെന്ന് ഒരു പരാതി ഉണ്ടായി. അപ്പോൾ ശരി, ഇനി തൊട്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ അങ്ങനെ തീരുമാനമെടുത്തു, ഇനി തൊട്ട് മിമിക്രിക്കൊരു തനി മത്സരം അങ്ങ് വെക്കാം, മോണോ ആക്ടിന് വേറെയും വെക്കാം. അങ്ങനെ ആ അടുത്ത യൂണിവേഴ്സിറ്റി തലത്തിൽ കോട്ടയത്ത് വെച്ച് നടന്ന യുവജനോത്സവത്തിൽ, പിന്നീട് നടന്നുണ്ടായ അവസരത്തിൽ മിമിക്രിക്കൊരു മത്സരമുണ്ടാകും. അതിൽ
ഞാൻ വീണ്ടും കോളേജിനെ റെപ്രസെൻറ്റ് മിമിക്രി മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുന്നു. അതിൽ നിന്ന് എനിക്ക് 1ാം സ്ഥാനം കേരള യൂണിവേഴ്സിറ്റി അന്ന് കിട്ടുന്നു. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ പ്രധാന വിനോദോപാധികളായിരുന്നു സിനിമയും റേഡിയോയും. 1976 അന്ന് ഞാൻ ഭാരതമാതാ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആണ് യൂണിവേഴ്സിറ്റി മത്സരത്തിന് പോകുന്നത്. അന്നാണ് 1976 ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ മിമിക്രി എന്നൊരു മത്സരം ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് ഈ 76 അന്നത്തെ എല്ലാ പരിപാടികളും തന്നെ റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ അതിൽ ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും അങ്ങനെ ആണ് ഞാൻ ഈ കലാഭവനിലൊരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് വരുന്നത്. 1969 സ്ഥാപിച്ച കൊച്ചിൻ കലാഭവൻ ആധുനിക രീതിയിലുള്ള മ്യൂസിക്കൽ പ്രോഗ്രാമുകളും മറ്റും നടത്തി വരികയായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് കലാഭവൻ സ്ഥാപകനായ ഫാദർ ആബേൽ മിമിക്സ് പരേഡ് എന്ന കലാരൂപത്തിന് രൂപം കൊടുത്തത്. വർക്കിയച്ചൻ പേട്ട, KS പ്രസാദ്, ലാൽ, അൻസാർ, സിദ്ദിഖ്, റഹ്മാൻ എന്നിവർ ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ മിമിക്സ് പരേഡ് ട്രൂപ്പ് ആരംഭിച്ചത് 1981 സെപ്റ്റംബർ 21-ാം തീയതിയാണ്. ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തുകയാണ്. ഇടത്തു നിന്നും സൈനുദ്ദീൻ, പ്രസാദ്, സിദ്ദീഖ്, അശോകൻ, ലാൽ, ഫൈനലി മൈസെൽഫ്, അൻസാർ. അന്ന് മിമിക്സ് പരേഡ് അവതരിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ 6 പേര് 6 ജുബ്ബയും പുറകിലൊരു വൈറ്റ് കർട്ടനും പിന്നെ ഒരു ചുവന്ന തുണി പിന്നെ ഒരു നീല തുണി, ഇതാണ് ആകെ പ്രോപ്പർട്ടി. സൗണ്ട് ലൈറ്റോടുകൂടി ഈ പരിപാടി ശരിക്കും പറഞ്ഞാൽ 2-2.5 മണിക്കൂർ പ്രോഗ്രാമായി മാറി. അന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നാടകങ്ങളും ഗാനമേളകളൊക്കെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് മ്യൂസിക് പരേഡുമായി ഞങ്ങൾ വരുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്ന ഒരു മാധ്യമങ്ങളുടെ സപ്പോർട്ടും ഇല്ലായിരുന്നു. കാരണം അന്ന് ചാനലുകളില്ല, TV-യിൽ ഒരു പരിപാടികളൊന്നുമില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വേദികൾ അവതരിപ്പിക്കുന്നു മാത്രമാണ് ഞങ്ങൾ അറിയുന്നത്. ശരിക്കും പറഞ്ഞു ആകെയുള്ളൊരു മാധ്യമം എന്ന് പറഞ്ഞാൽ റേഡിയോ ആണ്, പിന്നെ പത്രത്തിലൂടെ. അപ്പോൾ കലാഭവൻ്റെ മ്യൂസിക് പരേഡാണ് ശരിക്കും പറഞ്ഞാൽ മിമിക്രി ഇങ്ങനെയും കൊണ്ടുപോകാം. ഒരു 2 പേരെ അവതരിപ്പിക്കുന്ന 20 മിനിറ്റ് പരിപാടിയോ അല്ലെങ്കിൽ അരമണിക്കൂർ പരിപാടിയല്ല. ഇതൊരു വൻ കലാരൂപമാണ്. ഇതിലൂടെ ഒരുപാട് സാധ്യതകളുണ്ട്. ശബ്ദാനുകരണത്തിലൂടെയും മറ്റേ ബോഡി ലാംഗ്വേജിൻ്റെ പല രീതിയിലൂടെയും ഈ പരിപാടി ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഞങ്ങളുടെ പരിപാടിയിൽ കഥാപ്രസംഗമുണ്ട്, പാട്ടുണ്ട്, നൃത്തമുണ്ട്. അതുപോലെ ഇന്ത്യൻ ന്യൂസ് റിവ്യൂ ഒക്കെ അന്ന് തിയേറ്ററുകളിൽ വളരെയധികം പോപ്പുലറായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഇന്ത്യൻ ന്യൂസ് റിവ്യൂ അവതരിപ്പിച്ചിരുന്നു. ഇന്ത്യൻ ന്യൂസ് റിവ്യൂയിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിച്ചു. ശരിക്കും പറഞ്ഞൊരു സറ്ററായിരുന്നു ശരിക്കും പറഞ്ഞ കാലഘട്ടത്തിൽ. ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അത് ട്രെയിൻ കണ്ടുപിടിച്ചപ്പോൾ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ പോയിരിക്കും? നമ്മളിങ്ങനെ എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും? അതാലോചിക്കായിരുന്നു ഞാനിങ്ങനെ. വളരണ്ടോ ഈ ട്രെയിൻ കണ്ടുപിടിച്ചപ്പോ ഇങ്ങനെ റെയിൽവേ ഇങ്ങനെ ട്രാക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ കിടക്കുന്ന റെയിലേ, അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ട്രെയിൻ ഏതിൽ പോവും? ട്രോളി ആരും കൊണ്ടുപോകും? സിഗ്നൽ ആർക്കും കൊടുക്കും? അങ്ങനെ മിമിക്രി വേദികളിൽ നിന്നും മലയാള സിനിമയിലേക്കെത്തിയ പല കലാകാരന്മാർക്കും ജനങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നതുകൊണ്ട് അവർ മലയാള സിനിമയിലെ
സൂപ്പർ സംവിധായകരും സൂപ്പർ താരങ്ങളുമായി. വല്ല ബോധമുണ്ടെങ്കിലും അറിയാൻ പറ്റില്ല. ഇന്ന് പെണ്ണ് കാണാൻ പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ട. അത് ഇന്നാണല്ലേ? ഞാൻ ഓർത്ത് ഇന്നലെ ആയിരിക്കും കേട്ടാ. എനിക്ക് പെണ്ണ് കെട്ടാൻ ഭയങ്കര പേടിയാളാ. എന്തിനാ പേടിക്കണ? എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തിനാ പേടിക്കണ? നിന്റെ അച്ഛനും അമ്മയൊക്കെ പെണ്ണ് കെട്ടിയല്ലേ? അച്ഛനും അമ്മയൊക്കെ കൊറേ നാള് പരിചയമുള്ളതല്ലേ? ചേട്ടാ അവര് കെട്ടിക്കഴിപ്പോ പരിചയമായതല്ലേ? അങ്ങനെയാണല്ലേ? നീ ആരെയാടാ കെട്ടിയത്? ഞാൻ എന്റെ ഭാര്യനെ. എനിക്കത് തന്നെ മതി. പടക്കം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഭാര്യനെ. പരിചയമുള്ള പരേഡ് എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോകും. പരേഡ് എന്ന് പറയുന്നത് ഒരു മഹാസംഭവമായിരുന്നു മലയാള കലാവേദിയിൽ. കാരണം പരേഡ് വന്നതോടുകൂടി പല കലകൾക്കും പല കലകളെയും വെട്ടിമറിച്ചുകൊണ്ട് അത് മുൻപന്തിയിൽ. 1980 ഞാൻ കൊച്ചിൻ കലാഭവനിലെത്തുന്നത്. ഇപ്പോഴും കൊച്ചിൻ കലാഭവൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഗാനമേളയുടെ കൂടെ ഞാൻ ഒറ്റക്കാണ് മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഞാനും അൻസാറും ചേർന്ന് ഒരുപാട് വേദികൾ ഞങ്ങൾ പങ്കിട്ടു. പിന്നീട് 81 കലാഭവൻ മിമിക്സ് പരേഡ് ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു SLC ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു മിമിക്രി ഭ്രാന്ത് തലയിൽ കയറുന്നത്. അതൊന്നും മിമിക്രി ആയിട്ടില്ല, അന്ന് മോണോ ആക്റ്റാണ് വാസ്തവത്തിൽ. സ്കൂളിലൊക്കെ മോണോ ആക്ടിന് ഫസ്റ്റ് കിട്ടി അങ്ങനെയൊക്കെ അഭിനയിച്ച് നടക്കുന്ന കാലത്ത് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പട്ടികോലക്കിലും ട്രെയിനിൻ്റെ ശബ്ദം പ്ലെയിനിൻ്റെ ശബ്ദമൊക്കെ കേൾപ്പിച്ച് നടക്കുന്ന കാലത്താണ് 3 കൊതുകുകൾ എന്ന് പറഞ്ഞിട്ട് 3 പേര് കേരളത്തിൽ ഇങ്ങനൊരു പരിപാടി തുടങ്ങുന്നത്. അവരുടെ പരിപാടി എറണാകുളത്ത് പോയി കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം എൻ്റെ ഈ മിമിക്രിയിലുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ആലപ്പി അഷ്റഫും കൊച്ചിൻ ഹനീഫയാണ്. കലാഭവനിലേക്കുള്ള എൻട്രി തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു. ആബേലച്ചൻ്റെ കൂടെയും അന്ന് സൈനുദ്ദീൻ, അൻസാർ, നാരായണൻകുട്ടി, രവി, പ്രസാദ്, റഹ്മാൻ, അങ്ങനെ അവരോടൊക്കെ ഒത്ത് വർക്ക് ചെയ്ത ആ 4-5 വർഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വലിയ അനുഭവം തന്നെയാണ്. മിമിക്സ് പരേഡ് ആരംഭിക്കുന്നത് ആ പഴയ തൃശ്ശൂർ പൂരത്തിൽ നിന്നുമാണ്. എനിക്ക് തോന്നുന്നത് ഇതുപോലെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പരിപാടി അതുവരെ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അന്ന് പല അമ്പലപ്പറമ്പുകളിലും ഞങ്ങളുടെ കലാഭവൻ്റെ മ്യൂസിക് പരേഡും നാടകവും ഒരേ വേദിയിൽ അവതരിപ്പിക്കാറുണ്ട്. അക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ നാടകംകാർ വന്ന് ഞങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ മ്യൂസിക് പരേഡ് അവസാനം വെച്ചാൽ മതി. അപ്പോൾ എന്താ പറയും, നിങ്ങൾ മ്യൂസിക് പരേഡ് അവസാനം വെച്ചില്ലേ ഞങ്ങളുടെ നാടകത്തിലെ കൊമേഡിയന്മാർ ചെയ്യുന്ന കോമഡി ഏക്കില്ല. ശരിക്കും പറഞ്ഞാൽ സത്യമായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, കാട്ടുകുതിരയൊക്കെ രാജൻ പി ദേവിൻ്റെ അന്തരിച്ച രാജൻ പി ദേവ് ലീഡ് റോൾ ചെയ്യുന്ന കാട്ടുകുതിരയൊക്കെ സൂര്യസോമയുടെ ആ നാടകമൊക്കെ ഞങ്ങൾ കളിക്കുന്ന കാരണം പല വേദികളും ഞങ്ങൾ പങ്കിട്ടുണ്ട്. ആ വേദികളിലെല്ലാം കാട്ടുകുതിരയ്ക്ക് ശേഷമാണ് ഞങ്ങൾ മ്യൂസിക് പരേഡ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഈ മിമിക്സ് പരേഡാണ് പിന്നീടുള്ള ഇന്നിപ്പോൾ മിമിക്രി കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു പക്ക പ്രൊഫഷണലായി മാത്രമല്ല നല്ലൊരു ഇൻകമായി മാറി ഒരു ജോലി പോലെ ശരിക്കും പറഞ്ഞ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് നല്ല വരുമാനമുണ്ട്. സിനിമാ രംഗത്തോട്ട് വരുവാനുള്ള സാധ്യതകൾ ഒത്തിരിയുണ്ട്. അതിൽ വലിയൊരു പങ്ക് ഞങ്ങൾ വഹിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളാണ് ഒരു തുടക്കം കുറിച്ചത്. ഈ മിമിക്സ് പരേഡ് എന്നുള്ളൊരു പ്രൊഫഷണൽ കലാരൂപത്തിനന്ന് കലാഭവൻ തുടക്കം കുറിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മിമിക്രി എന്ന കല 1-2 പേരിലൂടെ വന്ന് അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഫൈൻ ആർട്സ് സൊസൈറ്റി മിമിക്രി പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നത്.
അതുപോലെ ഇവിടുത്തെ ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, വലിയ വലിയ ഫംഗ്ഷനിലെല്ലാം മ്യൂസ് പരേഡ് പിന്നീട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കലാരൂപമായി മാറുകയായിരുന്നു. പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പാട്ടുമായിട്ട് ചെറിയ ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് അത് എങ്ങനെ ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു ധാരണ ഒന്നും അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഗായകരെ അനുകരിക്കുക, അല്ലെങ്കിൽ താരങ്ങളുടെ ശബ്ദത്തിൽ അവർ പാട്ട് പാടുക. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ നേരിട്ടും പലപ്പോഴൊക്കെ കണ്ടിട്ടുള്ള സംസാരിച്ചിട്ടുള്ളതുകൊണ്ടൊക്കെ ഏകദേശം ഒരു ലൈഫിൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശമൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് അവർ പാടുകയാണെങ്കിൽ എല്ലാവരിലും ഒരു ഗായകനുണ്ട്, ഒരു ആസ്വാദകനുണ്ട്. അപ്പോൾ അത് രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളത് ആണ് പിന്നീട് എടുത്തൊരു തീരുമാനം. അങ്ങനെ സിംഗേഴ്സിനെ അനുകരിച്ച് തുടങ്ങി. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം, നിനക്കഭിനന്ദനം, അഭിനന്ദനം, 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 വ്യാസനോ കാളിദാസനോ. അങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. പിന്നീട് അതിനകത്ത് തന്നെ അനുകരണം വരുന്നുണ്ട്. അതാണ് നമ്മളെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. അതെ അതെ, ആ നീർക്കുമിളിലേക്ക് നോക്കി നിന്നാൽ പ്രകൃതി മുഴുവൻ പ്രതിബിംബിക്കുന്നത് കാണാം, അത് തുടരുത്, അതെറിഞ്ഞുടയ്ക്കരുത്. അതിനുശേഷം പിന്നെ MG ശ്രീകുമാർ, ദാസേട്ടനൊക്കെ വെച്ചുകൊണ്ടുള്ള പല പാട്ടുകളും പാടി അതിന് മിമിക്രിയുടെ ഭാഗമായിട്ട് മാത്രം ആളുകൾ കണ്ട് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളത്. അതാണ് പിന്നീട് തുടർന്നത് ചെയ്യാൻ കഴിഞ്ഞത്. പഴശ്ശിരാജയിൽ ദാസേട്ടനും MG ശ്രീകുമാറും ചേർന്നാണ് ഒരു ഗാനം പാടിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു മിമിക്രിക്കാരൻ അല്ലെങ്കിൽ അനുകരിക്കുന്നവർ പെട്ടെന്ന് ചിന്തിക്കുന്നത് ആ രണ്ട് ശബ്ദങ്ങളും ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ, ആഹാദിസർഗതാളമാർന്നതിവിടെ. അത് കഴിഞ്ഞ് അനുപല്ലവിലേക്ക് കിടക്കുകയാണ്. ആരിവിടെ കൂരിരുളിൻ മടകൾ തീർത്തു, ആരിവിടെ തേൻ കടന്നൽ കൂടു തകർത്തു, ആരിവിടെ കൂരിരുളിൻ മടകൾ തീർത്തു, ആരിവിടെ തേൻ കടന്നൽ കൂടു തകർത്തു, ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂളമടിച്ചു, ആന കേറാ മാമലതൻ മൗനമുടച്ചു, സ്വാതന്ത്ര്യമേലേ നീലാകാശം നീളെ പാടുന്നതാരോ, കാറ്റോ കാട്ടരുവികളോ, ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ, ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യസ്തത മനസ്സിലാക്കാൻ വേണ്ടി ആളുകൾ അത് എനിക്ക് തോന്നുന്നു സൗണ്ട് സിസ്റ്റത്തിൽ അത് വരുമ്പോൾ ഒരു ബോക്സിലൂടെ അത് വരുമ്പോൾ ഏകദേശം അത് കറക്റ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ നല്ല റിസൾട്ടാണ് നമുക്ക് സ്റ്റേജിൽ അത് കിട്ടിയിട്ടുള്ളത്. അതൊരു പരീക്ഷണമായിരുന്നു, പക്ഷെ നല്ല റിസൾട്ട് കിട്ടി.